ഒരു റൗണ്ട് ഷേപ്പിലുള്ള കേക്കിന് നമുക്ക് ഹെയർ ഷേപ്പിലോട്ട് മാറ്റാമേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കേക്ക് അരമണിക്കൂർ നല്ലോണം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും കേക്ക് പൊടിഞ്ഞു പോവാതെ നല്ല എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ പീസ് ഇതേപോലെ സൈഡ് വശം മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്, വലിയ പീസല്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു കട്ടിക്കിരുന്നോളും. ഇത് സൈഡ് വശം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. ഇത് സെറ്റായ കേക്കാണെങ്കിൽ നല്ല എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ. ആദ്യം കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു പ്ലസ് ചിഹ്നം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡ് നോക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് നോക്കിയാൽ മതി. ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും, കാരണം കറക്റ്റ് കിട്ടില്ല എന്നൊക്കെ തോന്നും. കുഴപ്പമില്ല, നമ്മൾ 2-3 കേക്കൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് തന്നെ ഒരു ഐഡിയ വരും അതെങ്ങനെ കട്ട് ചെയ്യണമെന്നും എവിടെ വെക്കണമെന്നൊക്കെ ഉള്ളത്. അത് നോക്കി കറക്റ്റിന് ചെയ്താൽ മതി. അപ്പോൾ നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയ കേക്കല്ലേ, അപ്പോൾ അവിടെ കുറച്ചും കൂടെ ക്രീം കൊടുത്താൽ ആദ്യം കൊടുത്ത ക്രീം കുറച്ചൊന്ന് അതിൽ സെറ്റായിട്ട് പിടിച്ചിരിപ്പുണ്ടല്ലോ. അപ്പോൾ ഈ കേക്ക് നമ്മൾ അവിടോട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ചിലപ്പോൾ ഒട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്രീം അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്നതിന് മുന്നേ കൊടുത്തിട്ട് അതിലോട്ടെടുത്ത് വെച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതിയേ. ഫ്രണ്ട് വശം ഞാൻ കട്ട് ചെയ്തപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ചെറിയൊരു പീസ് പോലെ അവിടെ ഇരിക്കുന്ന കണ്ടോ, അപ്പോൾ അതും കൂടി ചേർത്ത് വേണം കട്ട് ചെയ്തെടുക്കാനേ. അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയതാണ്, കുഴപ്പമില്ല. അതെന്നാലും ഞാൻ പിന്നീട് ക്രീമെല്ലാം വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ലോണം സെറ്റായ കേക്കായത് കണ്ടോ, പൊടിഞ്ഞിട്ടൊന്നും പോകാതെ നല്ലോണം തന്നെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു സ്ക്വയർ കുത്തിയിട്ട് നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ സ്ക്വയർ കുത്തി കൊടുത്തിട്ട് അതിനെ വലിച്ച് നീക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ ഇതേപോലെ പ്രസ് ചെയ്ത് ഒന്ന് കൊടുത്തിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ബാക്ക് സൈഡിലൊരു കർവ് വരുമല്ലോ, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതൊരു 1.5 കിലോയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണേ. ആ കട്ട് ചെയ്ത പീസൊന്നും കളയണ്ട കേട്ടോ. നമുക്ക് ബാക്ക് സൈഡിൽ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണമെങ്കിൽ അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കണേ. എന്നിട്ട് ഇതേപോലെ ഒന്നും കൂടി ക്രം കോട്ട് ചെയ്തിട്ട് ഫൈനൽ കോട്ടും കൂടി ചെയ്തെടുക്കുക. ഞാനിവിടെ ഇതെല്ലാം ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ സ്ക്രാപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് ആ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഫ്രണ്ട് വശവും ബാക്ക് സൈഡും ഒക്കെ നല്ല ക്ലിയർ ആക്കി തന്നെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇത് വെച്ചൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലുള്ള കാർഡ് യൂസ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ബാക്ക് സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ ഫ്രണ്ട് എത്തുമ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് വലിച്ചങ്ങ് എടുത്തേക്കണം. അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്തോളണം. പിന്നെ അടുത്ത വശം രണ്ടാമത്തെ സ്റ്റെപ്പേ ചെയ്യാവൂ, ഒരുമിച്ച് ചെയ്യാൻ പാടില്ല അവിടെ എത്തുമ്പോൾ. ഇതേപോലെ ഫ്രണ്ട് വശത്തു നിന്നാണ് ചെയ്യുന്നതെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടും പിന്നെ ഇപ്പുറത്തെ വശവും അതേപോലെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടും അങ്ങനെ ചെയ്ത് കൊടുക്കണേ. ആ കൂർത്തിരിക്കുന്ന ഭാഗം അത് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് വേണം ചെയ്യാൻ. അത് വളച്ച് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്തെടുക്കില്ല. അപ്പോൾ അവിടെ ഒരു വളവ് പോലെ വന്നു പോകും. അത് എത്രത്തോളം പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റും എന്നെനിക്കറിയാൻ വയ്യ. പക്ഷേ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ആ ഭാഗം ഇതേപോലെ ബാക്കിലോട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡും അതേപോലെ അവിടെ നിന്ന് ബാക്കിലോട്ട് അങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ആ കറക്റ്റായിട്ട് ആ കൂർത്തിരിക്കുന്ന ഭാഗം അത് അങ്ങനെ തന്നെ നിൽക്കും, അവിടെ വളവൊന്നും വരില്ല. പിന്നെ ബാക്ക് സൈഡ് അധികം ഫിനിഷ് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഫ്രണ്ട് വശമല്ലേ പെട്ടെന്ന് കാണുന്ന ഭാഗമുള്ളൂ, ബാക്കിൽ അധികം ശ്രദ്ധിക്കപ്പെടുന്നതല്ല. എന്നാലും നമ്മളൊരു ഒരുവിധം നീറ്റായിട്ട് ചെയ്താൽ മതി.
ഒരുപാട് സമയം നിന്ന് ബാക്ക് സൈഡ് ക്ലിയർ ചെയ്ത് എടുക്കാൻ നിൽക്കേണ്ട. ഫ്രണ്ട് വശം നല്ല നീറ്റാക്കി കൊടുത്താൽ മതി. പക്ഷേ ആ കർവുണ്ടല്ലോ അത് നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം മുകൾ വശത്ത് കൂടി നമ്മൾ നോക്കുമ്പോൾ ആ ഒരു കർവിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു വളവാണ് കറക്റ്റ് ഇതിൻ്റെ ഒരു ഷേപ്പ് വരുത്തുന്നത്. അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ബാക്കിൽ എന്തെങ്കിലും ചെറിയ ക്രീമിൻ്റെ കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രംസ് പുറത്ത് കാണലോ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതങ്ങനെ നിന്നാലും വലിയ വിഷയമില്ല. പക്ഷേ ബാക്കിയെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ റൗണ്ട് കേക്ക് ചെയ്യുന്നതിനേക്കാളും ഈ ഹേർട്ട് ഷേപ്പും സ്ക്വയർ കേക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല. കുറച്ച് നമ്മൾ അതിന് വേണ്ടി മെനക്കെട്ട് നിൽക്കണം. മറ്റേത് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ടൈം എടുക്കുകയും ചെയ്യും. കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ കേക്ക് കാണാനോ ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റ് വായിക്കാനാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എല്ലാവരുടെ പേരും ഓർത്ത് വയ്ക്കാറുണ്ട് കേട്ടോ. ഞാനത് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് നിങ്ങൾ ആരൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നതെന്ന്. എനിക്ക് എല്ലാവരുടെ പേരും ഓർമ്മയുണ്ട്. പിന്നെ ഇതേപോലൊരു സ്ക്രാപ്പർ കൊണ്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏത് കേക്ക് ചെയ്താലും എനിക്ക് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല. ഒന്നുകിൽ ഇതേപോലുള്ളൊരു സ്ക്രാപ്പർ കൊണ്ട് ലൈൻ കൊടുക്കും, പിന്നെ ഇല്ലെങ്കിൽ ഓയിൽ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും ഡിസൈന് സൈഡിൽ കൊടുക്കാറുണ്ട്. എനിക്കങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇടുന്നതിനോട്ട് വലിയ താല്പര്യമില്ല. ഇനി നമുക്ക് 1/2 kg 1 kg ഒക്കെ വരുന്ന സമയത്ത് ഇതേപോലെ ഞാൻ അതും കൂടി ചെയ്ത് കാണിക്കാം. അപ്പോൾ 1-2 ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.